ഹലോ, ഇന്ന് നമ്മൾ ഒരു മീൻ കറിയാണ് കേട്ടോ. അത് കേരമീൻ വെച്ചിട്ടാണ് ഉണ്ടാക്കണത്. അതിന് വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും നീളനെ അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ ഒക്കെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് ഒരു അരമുറി നാളികേരം ചിരകിയതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്കത് ചൂടായി വല്ലാണ്ട് വറുത്ത് ഇതാവണ്ട നാളികേരം. അപ്പോൾ നാളികേരമൊക്കെ നന്നായി ഇളക്കി യോജിപ്പിച്ച് ഇനി അതൊന്ന് തണുക്കാൻ വെച്ച ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം. മീൻ കഷ്ണമൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് ഉണ്ടാക്കി തുടങ്ങാം. അടുപ്പിൽ ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 മണി ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവ ഒന്ന് പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ ഉള്ളി വട്ടന അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് അത് നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു 4-5 പച്ചമുളക് നീളനെ കീറിയത്, 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു തക്കാളിയാണ്, അതും നീളനെ അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് തക്കാളി നന്നായി വഴണ്ട് അതിന് ശേഷം നാളികേരം അരച്ച് വെച്ചത് ചേർത്ത് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പുളിക്ക് വേണ്ടിയിട്ട് കുടംപുളിയാണ് എടുത്തേക്കുന്നത്. 4 കുടംപുളി വെള്ളത്തിലിട്ട് വെച്ച് വെള്ളം കൂടി ചേർത്ത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പുളിയും കൂടി ചേർത്ത് നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീൻ കഷ്ണങ്ങൾ നന്നായി തിളച്ച് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ 2 തണ്ട് കറിവേപ്പില വീണ്ടും ചേർക്കുന്നുണ്ട് കേട്ടോ. മീൻ കറിയുടെ ടേസ്റ്റ് നോക്കി ഈ സമയത്ത് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ ഇട്ടതിന് ശേഷം നമ്മൾ കയ്യിലോണ്ട് ഇളക്കണില്ല, ഒന്ന് ചുറ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ.